നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ ജാസ്മിനും ഗബ്രിയും നടുക്ക് രശ്മിനും കൂടി ഇരുന്നിട്ടുള്ളൊരു പ്രൊമോ. അതായത് ഇവർ തമ്മിലുള്ള ലവിനെ കുറിച്ചും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും സംസാരിക്കുന്നൊരു പ്രൊമോ. നിങ്ങൾക്ക് ആ പ്രൊമോ കണ്ടിട്ട് എന്ത് തോന്നി? കമൻ്റായിട്ട് പറയുക. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നു. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ജാസ്മിൻ ജബ്രി സപ്പോർട്ടേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, റസ്മിൻ്റെ സപ്പോർട്ടേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ആ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം ജാസ്മിൻ ഗബ്രി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് അങ്ങനെയാണ് എനിക്കെൻ്റെ തോന്നൽ കേട്ടോ. ഈ ഒരൊറ്റ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയാണ്. നാളെ അത് റിയലിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്നു. ജാസ്മിൻ ഗബ്രിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇവർ പുറത്തുനിന്ന് ഇതിന് മുന്നേ തന്നെ തീരുമാനിച്ച് വന്നിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അതാരൊക്കെയോ അറിഞ്ഞില്ല. അവരുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. അതായത് അവർ തമ്മിലുള്ള പ്രേമം. ഇനി അവർ അവിടെ പിരിയണം. ഇനി അവരവിടെ പിരിഞ്ഞ് രണ്ടുപേരും ശത്രുക്കളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കണ്ട പ്രേക്ഷകരും പുറത്തുള്ള ആൾക്കാരൊക്കെ അത് മറക്കുള്ളൂ. അതിന് വഴിയൊരുക്കിയതാണ് ഇപ്പം നിങ്ങൾ പ്രൊമോയിൽ കണ്ടിട്ടുള്ള അവരുടെ നടുക്കിരിക്കുന്ന വ്യക്തിയായിട്ടുള്ള റസ്മിൻ ഭായ്. റസ്മിൻ പുറത്ത് പോയി വന്ന സമയത്ത് റസ്മിന് വളരെ ക്ലിയർ ഇൻഫർമേഷൻ റസ്മിന് കിട്ടിയിട്ടുണ്ട്. ജബ്രിക്ക് ഈ ഒരു കോംബോ, ജാസ്മിനും ഗബ്രിക്കും ജബ്രി കോംബോ വളരെ നെഗറ്റീവാണെന്നുള്ള ഇൻഫർമേഷൻ വളരെ ക്ലിയർ ആയിട്ട് റസ്മിന് കിട്ടിയിട്ടുണ്ട്. റസ്മിൻ അത് വളരെ ക്ലിയർ ആയിട്ട് ഇവർക്ക് കൺവേ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, പക്ഷേ അത് അപ്പം തന്നെ അവർ പുറത്തിറക്കിയിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യായിരുന്നു. നാളെയാണ് ആ ദിവസം, കണ്ടോളുണ്ടു. നാളെ സീരിയസ്ലി എനിക്കെൻ്റെ ഇന്നലെ ഒരു ഇൻറ്റ്യൂഷൻ പോലെ, ഒരു ഗട്ട് ഫീലിംഗ് പോലെ ഞാൻ പറയുന്നു. റസ്മിൻ പുറത്തുനിന്ന് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പുതിയൊരു സ്ട്രാറ്റജിയാക്കി മാറ്റാനുള്ളൊരു മുഹൂർത്തമാണ് നാളെ ജബ്രി കോംബോയ്ക്ക്, ജാസ്മിനും ഗബ്രിക്കും. നാളെ ഒഫീഷ്യലി ഇവിടെ ഇപ്പോൾ നിങ്ങളിന്ന് പ്രൊമോ കണ്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പേജിൽ പോയി നോക്കുക. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ പറയുന്നുണ്ട്, പോയി നോക്കിയിട്ട് തിരിച്ചു വരാൻ ഉടനെ അവർ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നോ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നോ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ മുഖം മാറുന്നുണ്ട്. അതൊരു പക്ഷേ ചിലപ്പോൾ എഡിറ്റിംഗ് ആയിരിക്കാം. കാരണം ചില ഉടനെ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗിനായിരിക്കില്ല ചിലപ്പോൾ മുഖം മാറുന്നത്. ലൈവ് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ കാണിക്കുന്നത് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ വൺ തിങ് ഇസ് ഫോർ ഷുവർ, ഇവരുടെ ഗെയിമിൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നു. സെക്കൻഡ് പാർട്ട് ആദ്യം ലവ് സ്ട്രാറ്റജി, ഇനി ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു അടിപിടി സ്ട്രാറ്റജിയിലേക്ക് ഇവർ കടക്കുന്നു എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിന് റീസൺ റസ്മിൻ ഭായ് ആണ്. എനിക്ക് ഒരു 99% എനിക്ക് ഷുവറാന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കേട്ടോ, ഞാൻ നിങ്ങളാരും അതിനോട് യോജിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. 99% റസ്മിൻ ഭായിക്ക് പുറത്ത് നടക്കുന്ന എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം അവൾ വന്നിട്ടുള്ളത്. അവൾക്കറിയാം അവൾ 100 days നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ പുറത്തുനിന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള ഇപ്പോൾ നോറനായിട്ട് റസ്മിൻ വന്നതിന് ശേഷം നോറനായിട്ട് ജാസ്മിന് വലിയൊരു പ്രശ്നം കുറഞ്ഞില്ലേ, കുറച്ച് അവർ തമ്മിലുള്ള ആ ഒരു മഞ്ഞുരുകി കുറച്ച് ശരിയായല്ലോ, അതവിടെ കോംപ്ലിമെൻറ്റ്സ് ആക്കി. ഇനി അടുത്തത് ജാസ്മിൻ ഗബ്രിയുടെ ലവ് ബ്രേക്ക് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത പോലെ കാണിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയൊരു ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയൊരു സംഭവം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ് എന്ന് പുറത്ത് ആൾക്കാർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇനി ഗെയിമിൻ്റെ ഗതി മാറ്റിവിടുന്നു. ഈ സംഭവം ഡെഫിനറ്റ്ലി ലാലേട്ടൻ വരുന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചർച്ചയാവുന്നു. ജാസ്മിൻ ഗബ്രി പിരിയുന്നു, അവർക്ക് നല്ലൊരിത് കിട്ടുന്നു. ജാസ്മിൻ അവിടെ ഒരു പുഷ് കിട്ടുന്നു, ഗബ്രി സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ഗെയിം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്നു. ജബ്രി അല്ലെങ്കിൽ ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് പുറത്തിരുന്ന് അവരുടേതായ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ വേറൊരു തലത്തിലേക്ക് അവരും പോകുന്നു എന്ന് എനിക്കൊരു തോന്നൽ, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ. ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഗട്ട് ഫീലിംഗ്. പ്രൊമോ കണ്ടിട്ട് നിങ്ങളെന്താ അഭിപ്രായം എന്നുള്ളത് പറയുക. തിരിച്ചു വരിക, കമൻറ്റ് ചെയ്യാം.